സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 91ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ സംഘടനാ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസക്തി ലോകത്തെമ്പാടും കാലത്തിന് അപ്പുറം എല്ലാ മനുഷ്യരിലേക്കും എത്തപ്പെടുന്ന ഒരു കാലത്താണ് 91ാമത് ശിവഗിരി തീർത്ഥാടനം വളരെ ഭംഗിയായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പ്രദേശത്തിന് തൊട്ടുചേർന്ന് ഇലവന്തിട്ട മൂലൂർ സ്മാരകത്തിൽ നിന്നും 1932 വളരെ ചെറിയ സംഖ്യ ആളുകൾ ആരംഭിച്ച ശിവഗിരി തീർത്ഥാടനം ഇന്നത്തെ പുതുവർഷത്തിലെത്തുമ്പോൾ ലക്ഷോപലക്ഷം മനുഷ്യരണിനിരക്കുന്ന തീർത്ഥാടനമായി ഗുരുവിൻ്റെ പ്രാധാന്യം ലോകത്തെമ്പാടും വിളിച്ചറിയിക്കുന്ന തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടു എന്നത് നമ്മുടെ നാട് വളരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. സമൂഹത്തിൽ നിലനിന്ന ദുരാചാരങ്ങൾക്കെതിരായി പടനയിച്ച ഒരു മഹാഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും കുടുങ്ങിക്കിടന്ന ഒരു സമൂഹത്തെ തട്ടിയുണർത്തി അവരുടെ മനോഭാവത്തെ ആകെ മാറ്റിമറിച്ച് അവരെ മനുഷ്യരായി വളർത്താനും വളർത്തിക്കൊണ്ടുവരാനും ആവശ്യമായ സാമൂഹിക നവോത്ഥാന മുന്നേറ്റത്തിന് അതിൻ്റെ എല്ലാ സാധ്യതകളും തേടി അത് തുറന്നുകൊടുത്ത മഹാവ്യക്തിത്വമായിരുന്നു ഗുരു. ഉപദേശങ്ങൾ നൽകുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാനും യാഥാർത്ഥ്യമാക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പരിശ്രമിച്ചു. സംഘടന എന്നതിന് വളരെ വലിയ പ്രാധാന്യമാണ് അദ്ദേഹം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി സംഘടന കൊണ്ട് ശക്തരാകാൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ, കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു. അസംഘടിതരായ ഒരു ജനവിഭാഗത്തിന് സാമൂഹ്യമായ പുരോഗതി നേടാൻ ഒരു സംഘടിതമായ ശക്തി അനിവാര്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാവ്യക്തിത്വമായിരുന്നു ഗുരു. ഒരുപക്ഷെ ശ്രീനാരായണ പ്രസ്ഥാനം ലോകത്തെമ്പാടും സംഘടിതമായി വളർന്നു വന്നതിൻ്റെ ഫലമായി നമ്മുടെ സാമൂഹ്യമായ തിന്മകളിൽ നിന്ന് ഒരു വലിയ അളവോളം നമുക്ക് അകലാൻ കഴിഞ്ഞു, മാറാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിനെപ്പറ്റി സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഒരു സാമൂഹിക ഘടനയുണ്ടായിരുന്നു. അത്തരത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ആ സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ എല്ലാ ഘടകങ്ങളും പ്രവർത്തിച്ചിരുന്ന ആ മണ്ഡലത്തിൽ ഒരു മനുഷ്യ സമൂഹമായി അതിനെ വളർത്തുന്നതിൽ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന സമരങ്ങൾ, പ്രസ്ഥാനങ്ങൾ, പുരോഗമനപരമായ ഇടപെടലുകൾ പിന്നീട് കേരളത്തെ രൂപാന്തരപ്പെടുത്താൻ വലിയ തരത്തിൽ ഇടവരുത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സംഘടന കൊണ്ട് ശക്തരാകണം എന്ന് ഗുരു ആഹ്വാനം ചെയ്തത്. അതൊരു വിപ്ലവകരമായ ആഹ്വാനമായിട്ടാണ് ഞാൻ കാണുന്നത്.
സംഘടിത ശക്തിയുടെ പ്രാധാന്യവും പ്രസക്തിയും ദീർഘവീക്ഷണത്തോടെ തിരിച്ചറിഞ്ഞ മഹാനായ വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരു. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിനുശേഷം കേരളത്തിൽ വളർന്നു വന്ന സാമൂഹ്യ മുന്നേറ്റങ്ങളെക്കുറിച്ചും സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും പരിശോധിച്ചാൽ സംഘടിത പ്രസ്ഥാനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നിലനിന്ന ഫ്യൂഡലിസം, ജാതി ജന്മിത്ത നാടുവാഴിത്ത വ്യവസ്ഥ, ഇതിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ജാതി സമ്പ്രദായത്തിൽ വലിയ തോതിൽ ഈ വ്യവസ്ഥകളുടെ എല്ലാം ഭാഗമായി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ദുരിതപൂർണമായ അന്തരീക്ഷത്തിലാണ് ജീവിച്ചത്. സ്വാഭാവികമായി ജാതീയമായ ഉച്ചനീചത്വങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളും നമ്മുടെ നാട്ടിൽ ജനങ്ങളെ അടിച്ചമർത്തുന്നതിൽ വലിയൊരു ഘടകമായി മാറി. ഇതിനെതിരായി വ്യത്യസ്ത തലങ്ങളിലുള്ള ചെറുത്തുനിൽപ്പുകൾ കേരളത്തിൽ രൂപപ്പെടാൻ തുടങ്ങി. ആ ചെറുത്തുനിൽപ്പുകളെല്ലാം പിന്നീട് സംഘടിത പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലേക്കാണ് എത്തപ്പെട്ടത്. ഒരുപക്ഷെ അത്തരത്തിലൊരു സംഘടിത പ്രസ്ഥാനത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കാൻ ഇടവന്നത് ഈ ആശയങ്ങളായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ രംഗപ്രവേശനത്തോടെയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് തന്നെ പ്രാധാന്യമുണ്ടായതും ആ ആശയങ്ങളിലൂടെ പുതിയ സംഘടിത പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങളിൽ നിന്ന് ജനതയെ മോചിപ്പിക്കുക മാത്രമല്ല, എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പ്രചരിപ്പിക്കുന്ന, എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് ലോകത്തോട് പറയുന്ന ബഹുമുഖങ്ങളായ ഇടപെടലുകളും ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു എന്നത് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരു ഉയർത്തിയ സംഘടിത പ്രസ്ഥാനത്തിന് ശേഷം അയ്യങ്കാളുടെ നേതൃത്വത്തിൽ 1905 സാധുജനപരിപാലന സംഘവും അതുവഴി പട്ടികജാതിക്കാരുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഇടപെടലും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വില്ലുവണ്ടി യാത്രയും വസ്ത്രധാരണയിലുണ്ടാക്കിയ നിയന്ത്രണങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടവും കേരളത്തിൽ ശ്രദ്ധേയമായ സംഭവങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ഇത് കഴിഞ്ഞാൽ നാം കാണേണ്ട ഒരു പ്രശ്നം, ഇതോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടിത പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവും നമ്മുടെ സമൂഹത്തിൽ വലിയ ചലനങ്ങളും മാറ്റങ്ങളും സൃഷ്ടിച്ചു. അതേപോലെ തന്നെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വളർന്നു വന്ന ഇടതുപക്ഷ ചിന്താധാരകൾ നമ്മുടെ സമൂഹത്തിൽ ശക്തമായ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നത് പ്രാധാന്യത്തോട് പറയേണ്ട കാര്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള പോരാട്ടങ്ങൾ, കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ കാർഷിക മേഖലയിൽ നടന്ന സമര പോരാട്ടങ്ങൾ, പാലിയം സമരം പോലെയുള്ള ഉജ്ജ്വലങ്ങളായ സമരങ്ങൾ, പുന്നപ്ര വയലാറടക്കമുള്ള പ്രക്ഷോഭണങ്ങൾ, വിവിധ തലങ്ങളിൽ നമ്മുടെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന ആശയഗതിയുടെ തുടർച്ചയായി ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ഇടതുപക്ഷ ധാരകളും സംഘടിത സമരങ്ങളും കേരളത്തിൻ്റെ സാമൂഹ്യ നവമണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇടവരുത്തി എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളും എത്തപ്പെടാത്ത ഒരു പ്രദേശവും നമ്മുടെ നാട്ടിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടാകില്ല എന്നതാണ് വസ്തുത. ഈ ഒരു ഊർജത്തിൽ നിന്നാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംഘടിതമായ ശക്തി സമാഹരിക്കണം എന്ന ആശയങ്ങളിലേക്ക് എത്തപ്പെട്ടത്. ഇതിന് തുടർച്ചയായിട്ടാണ് നമ്മുടെ നാട്ടിൽ ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനും എതിരായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ. ആ സമരങ്ങളുടെ ഭാഗമായി കൂലിക്കും ജോലിസ്ഥിരതയ്ക്കും വേലയ്ക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളും കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾക്കിടവരുത്തി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിലൂടെ കേരളം സാക്ഷാത്കരിക്കുന്നു. ആ ഗവൺമെൻറ് കൊണ്ടുവന്ന നയങ്ങൾ പ്രധാനമായും എല്ലാം രൂപപ്പെട്ടത്
നവോത്ഥാനത്തിൻ്റെയും പിന്നീട് വന്ന ആശയങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പ്രതിഫലനം അതിൽ കാണാൻ കഴിയും. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, തൊഴിൽ നിയമങ്ങളെല്ലാം തീർച്ചയായിട്ടും ആ സംഘടിത പോരാട്ടത്തിൻ്റെ ഒരു ഭാവപകർച്ചയായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തീർച്ചയായിട്ടും സംഘടിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ സംഘടന കൊണ്ട് ശക്തരാകുക. അങ്ങനെ സംഘടന കൊണ്ട് ശക്തരാകുമ്പോൾ നമുക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ നമുക്ക് ഒറ്റയ്ക്കല്ല, നമുക്ക് കൂട്ടായിട്ട് അതിനെ നേരിടാനും അതിനെ അതിജീവിക്കാനും നമുക്ക് കഴിയുമെന്നതാണ് ശ്രീനാരായണ ഗുരു കാണിച്ചു തന്നത്. അത്തരം പ്രവർത്തനത്തിലൂടെ മാത്രമാണ് പുതിയ ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ എന്ന വസ്തുത നമ്മൾ കാണണം. ഇവിടെ ഈ വേദിയിൽ വിവിധ ആശയധാരകളിൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ ധാരാളം പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാവർക്കും തുല്യമായ ബോധം ആണുള്ളത്. അതിൻ്റെ പ്രസക്തി എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യകതയും എല്ലാവരിലും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ഏത് വിഭാഗത്തിലായാലും സംഘടിതമായ ശക്തി അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ബലം പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേരളം ഇന്ന് രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനും മാതൃകയായി മാറുകയാണ്. നാം കൈവരിച്ച സാമൂഹ്യ പുരോഗതി, നമ്മുടെ അവകാശബോധങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം സംഘടിത പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം വഴിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ കേന്ദ്രം പുറപ്പെടുവിച്ച ഒരു കണക്ക് പ്രകാരം രാജ്യത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മുടെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളിക്ക്, നിർമ്മാണ തൊഴിലാളിക്ക് 852 രൂപ ഒരു ദിവസക്കൂലി ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ 300-ലും താഴെയാണ് എന്ന വസ്തുത നാം കാണണം. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും യഥാക്രമം ഏകദേശം 800-നടുത്ത് ദിവസക്കൂലി ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും 250-ൽ താഴെയാണ് കാർഷിക മേൽ പണിയെടുക്കുന്നവരുടെ ദിവസവേതനം. അതുകൊണ്ട് സാമൂഹ്യ ജീവിതത്തിലും സാമ്പത്തിക മുന്നേറ്റത്തിലും കേരളം ഇന്ന് വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നത് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ കഴിയും. അതുകൊണ്ട് സംഘടന എന്ന ഒരു ചാലകശക്തിയെ നാടിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്നാൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും സംഘടനാ ശക്തി കൊണ്ട് സമൂഹത്തെ പുറകോട്ടടിപ്പിക്കുന്ന സമീപനങ്ങളും നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അത്തരം രീതികൾക്കെതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനങ്ങളെ ഒരുമിപ്പിക്കാനും നമുക്ക് കഴിയണം. അതിൽ നാം കാണേണ്ട ഒരു പ്രശ്നം, ഒരു കാലത്ത് കേരളത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് വ്യവസായത്തിനും കൃഷിക്കും പറ്റിയ മണ്ണല്ല കേരളമെന്നാണ്. എന്നാൽ ഇന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനമായി എല്ലാ പ്രദേശങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് നമ്മൾ പോകുന്നു. ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവരാശിയുടെ നട്ടെല്ലാണ് കൃഷി, വ്യവസായത്തിലൂടെയാണ് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സംഘടിത പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന തെറ്റിദ്ധാരണ ഒരു പരിധിവരെ നമുക്കിന്ന് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സർവമത സമ്മേളനം. 1924 ശിവരാത്രി ദിനത്തിൽ മാർച്ച് 3-4 തീയതിയിലാണ് സർവമത സമ്മേളനം നടന്നത്. എല്ലാ മതസാരവും സമഭക്തിയോടും സമബുദ്ധിയോടും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ മതവൈരത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാകും എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ എല്ലാ മതങ്ങളും സംഘടിതരാണ്. മതങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന സന്ദേശമാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചത്. എന്നാൽ പലപ്പോഴും സംഘടിതമായ മതശക്തികൾ
തങ്ങളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയും തങ്ങൾ ഉയർത്തുന്ന ചില ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയും സംഘടിതമായ തങ്ങളുടെ ശക്തിയെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്ന ആത്മപരിശോധന കൂടി നടത്തേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സർവ്വമത സമ്മേളനത്തെ കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഗവൺമെൻറ് തന്നെ ഒരു പരിപാടി ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സംസ്ഥാനത്തെമ്പാടും ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടും SNDP യോഗവുമായി ബന്ധപ്പെട്ടും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന കാര്യവും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാ സംഘടിത ശക്തികളും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചത്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടത്. 1916 അങ്ങനെ സംഘടിതമായി സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ് 1916 ജാതിയില്ലാ വിളംബരം നടക്കുന്നത്. അതിലേറ്റവും വലിയ പ്രഖ്യാപനമാണ് ഗുരു നടത്തിയത്. താനൊരു ജാതിയുടെയും മതത്തിൻ്റെയും ആളല്ല എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന മഹത്തായ സന്ദേശം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മകൾ, വലിയ തരത്തിൽ അതിൻ്റെ ആശയങ്ങൾ ഇന്ന് പ്രസക്തമായിരിക്കുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ശ്രീനാരായണ ആശയങ്ങൾ എല്ലാ തലത്തിലും പ്രചരിപ്പിക്കാൻ ശിവഗിരി മഠം മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ആളുകളും എല്ലാ സംഘടിത പ്രസ്ഥാനങ്ങളും ആ ആശയങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിക്കാൻ ബോധപൂർവം പരിശ്രമിക്കണം. അത്തരം പ്രാധാന്യമുള്ളൊരു കാലത്താണ് ഈ നാടും രാജ്യവും കടന്നു പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ തരത്തിൽ ഈ വർഷത്തെ തീർത്ഥാടന പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ബഹുമാന്യായ സച്ചിദാനന്ദ സ്വാമികളോടും സ്വാമി ശുഭകാനന്ദ സ്വാമികളോടും എല്ലാ സന്യാസ ശ്രേഷ്ഠന്മാരോടും മഠത്തിലെ എല്ലാ പ്രവർത്തകരോടും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള സ്നേഹവും നന്ദിയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഈ സംഘടനാ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.